ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്രൊമോ ഇടുന്നത്. കാരണം ഞാൻ 1.5 വർഷമായിട്ട് ഇടുന്നൊരു സീരിയലാണ് ഏതോ ജന്മ കൽപ്പനയിൽ. ആ സീരിയൽ ഇപ്പോൾ ക്ലൈമാക്സിലായിരിക്കുകയാണെന്നുള്ള പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ സീരിയൽ തീരാൻ പോവാണ്. മിക്കവാറും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ടാഴ്ച തീരുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ടായിരിക്കും അവർ ഹിന്ദിയിലെ ഭാഗം 2 ദിവസമായിട്ട് ഇടാതിരുന്നത്. പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിപ്പോയി. 1.5 വർഷമായിട്ട് ഇട്ടുകൊണ്ട് സീരിയൽ പെട്ടെന്ന് തീരാന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നാളത്തെ പ്രൊമോ ഇട്ടല്ലേ പറ്റുള്ളൂ, തിങ്കളാഴ്ചത്തെ പ്രൊമോ. അതുകൊണ്ട് മാത്രമേ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ് പറയണത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഈ സീരിയൽ തീർന്നാൽ നിങ്ങൾക്ക് അടുത്ത സീരിയൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് ഏതിൻ്റെങ്കിലും റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്രൊമോ ഞാൻ പറയാം. അങ്ങനെ തിങ്കളാഴ്ചത്തെ പ്രൊമോയിൽ കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇത് വീട്ടിൽ വാടക കൊടുക്കാത്തതുകൊണ്ട് കറണ്ട് ബില്ലും ഇലക്ട്രിക് ബില്ലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബില്ലും ഒക്കെ തന്നെ ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് എല്ലാം കട്ട് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി ഒരു സ്വപ്നം കാണുകയാണത്. ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത്, എന്താ ഫാൻ ഇടാത്തത്, എന്താ കറണ്ട് പോയോ? കറണ്ട് പോയി, ഇപ്പോൾ ഫാനും ഇല്ല ലൈറ്റും ഇല്ല അതുപോലെ തന്നെ വെള്ളവും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ശേഷം അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ നോക്കുമ്പോഴേക്കും അവിടെ കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല കേട്ടോ. അശ്വിൻ അമ്മയോട് ചോദിക്കേണ്ടത്, ഇതെന്താ കറണ്ടും വെള്ളമൊന്നും ഇല്ലാത്തത്? അത് എന്താണെന്നറിയില്ല മോനെ എന്ന് പറയണം. ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വന്നിട്ട് അശ്വിൻ ചോദിക്കേണ്ടത്, എന്താ ശ്രുതി ഇവിടെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ, അതെന്താണെന്ന് അറിയില്ല സാറിന്, കറണ്ട് ബില്ലും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ബില്ലും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 2-3 മാസത്തെ ബില്ല് അടവുണ്ട്, അതുകൊണ്ടിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് പോയേക്കണമെന്ന് പറയണം. അപ്പോൾ അശ്വിൻ പറയട്ടെ, എന്തിനാ ശ്രുതി നീ എൻ്റെ അടുത്ത് ഇതൊന്നും പറയാതിരുന്നത്? ഞാൻ ഇതൊക്കെ അടക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ചെയ്തോളാം. നീ എപ്പോൾ പൈസ ഉണ്ടാക്കി ചെയ്യാമെന്നാണ്? ഇപ്പം തന്നെ ആ പലിശക്കാരൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരേണ്ടി വന്നു 50,000 രൂപ. അതുപോലെ നീ ഇനി എന്ത് ചെയ്യുമെന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ പണിയെടുത്തിട്ടാണെങ്കിലും എല്ലാം തീർത്തോളാം എന്ന് പറയണം. അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ട്, നീ എന്തിനാ ശ്രുതി ഇങ്ങനെ വാശി കാണിക്കണത്? ഇങ്ങനെ വാശി കാണിക്കാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വിട്ടുകൊടുക്കുന്നില്ല. അതെ, എൻ്റെ വാശിയായിട്ട് നിങ്ങൾ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോ, എന്തായാലും 24 മണിക്കൂർ എൻ്റെ സർവീസ് കഴിയാനായല്ലോ. നിങ്ങൾ 50,000 രൂപ എനിക്ക് തരുവാണെങ്കിൽ പലിശക്കാരൻ്റെ പൈസ എങ്ങനെ കൊടുത്തു തീർക്കാമല്ലോ, ബാക്കിയുള്ളതല്ലേ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ശ്രുതി ഈ വാശി അത്ര നല്ലതിനല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രുതി അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അശ്വിൻ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോരുന്നുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി എന്ന് പറയുമ്പോൾ, എന്താ അഞ്ജലി ചേച്ചി, എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയണം. അങ്ങനെ ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് അഞ്ജലി സംസാരിക്കുന്നുണ്ട്. ശ്രുതി, അത് എൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഞാൻ നിന്നെ സംശയിച്ചത്, സോറി ശ്രുതി എന്ന് പറയണം. അയ്യോ, എന്തിനാ അഞ്ജലി ചേച്ചി എന്നോട് സോറി പറയണത്? അല്ല, ഞാൻ ഒരു പൊട്ടത്തെയാണ്, ഞാൻ കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കും. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊക്കെ എനിക്ക് മനസ്സിലായി ശ്രുതി. അതുകൊണ്ട് എന്തായാലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് എപ്പോഴും നീ ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. 6 മാസത്തെ എഗ്രിമെൻറ്റ് അല്ലേ ചേച്ചി, അതെങ്ങനെ എല്ലാവരോട് കുഞ്ഞൻ പറഞ്ഞു. അത് മാത്രമല്ല, 6 മാസത്തെ എഗ്രിമെൻറ്റ് തീരാൻ ഇനി വെറും 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ആ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ വിവാഹം ആഡംബരമായിട്ട് നടത്തണം. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യയായിരിക്കണം ചേച്ചി. ഇതെൻ്റെ തീരുമാനമല്ല, കുഞ്ഞിൻ്റെയും കൂടി തീരുമാനമാണെന്ന് പറയണം. അങ്ങനെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവട്ടോ. അപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെ വിവാഹത്തിനാണ് അനുബന്ധിച്ച് അശ്വിൻ്റെ അച്ഛൻ്റെ അമ്മ, അതായത് അച്ഛമ്മ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതും അച്ചമ്മ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഏതാണെന്ന് അറിയില്ല, ഒരു അച്ചമ്മ വരുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ അച്ചമ്മ വരുമ്പോൾ തന്നെ ശ്രുതി ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമായിരിക്കും. ആ സമയത്ത് ശ്രുതിക്ക് അറിയില്ലല്ലോ ഇത് അശ്വിൻ്റെ അച്ചമ്മയാണെന്ന്. ശ്രുതി വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അച്ചമ്മയുടെ മേത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. പക്ഷേ എവിടെ നോക്കിയിട്ടാ കുട്ടി നീ ചെടികൾക്ക് വെള്ളം ഒഴിക്കണത്? അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്താ കണ്ണും മൂക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിൻ്റെ പേരെന്താ? അത് നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെങ്കിലും ആയിക്കട്ടെ, എന്താ നിനക്ക് പേരില്ലേ? എൻ്റെ പേര് ശ്രുതികുമാരി ലക്ഷ്മി എന്നാ. ഓ, അശ്വിൻ സായരാമിൻ്റെ ഭാര്യ അല്ലേ? അതെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അശ്വിൻ അവിടെ ഉണ്ട്. ഇതാരാ അച്ചമ്മയോ? അതെ ഞാൻ തന്നെയാണ്. എന്താടാ കുഞ്ഞ് ഞാൻ ഈ കേൾക്കണതൊക്കെ? എന്താ അച്ഛമ്മേ, എന്താ പ്രശ്നം? അല്ല, നിൻ്റെ വിവാഹം എന്തോ 6 മാസത്തെ എഗ്രിമെൻ്റ് ആണെന്നോ, ഇവിടുത്തെ ശ്യാമാത ഒരു വൃത്തികെട്ടവനാണെന്നും എന്തൊക്കെയൊക്കെ കഥ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അത് പിന്നെ എന്തായാലും കഥകളെല്ലാം ഞാൻ കേട്ടു, സന്തോഷമായി. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പോൾ ആ പെണ്ണിനെ സ്ഥിരമായിട്ട് നിൻ്റെ ഭാര്യയാക്കാമോന്ന് കേട്ടു. ജീവിതകാലം മുഴുവനായിട്ട് നിൻ്റെ കല്യാണം അടിച്ചു പൊളിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതെ, ശ്രുതിനെ എനിക്ക് ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക മുത്തശ്ശിനെ, അച്ഛമ്മേനാൻ എന്ന് പറയാണ്. നിൻ്റെ സമ്മതം മാത്രം മതിയോ? ഞങ്ങൾ കുറച്ച് കാരണവന്മാരും കൂടി ഉണ്ട്, നമ്മുടെ സമ്മതം കൂടി നിനക്ക് വേണ്ടേ?
അച്ഛമ്മേ പ്ലീസ് വാശി പിടിക്കരുത്. എനിക്ക് ഈ ജന്മം ശ്രുതിനെ മാത്രം വൈഫായി മതിയെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ആരൊക്കെ എതിർത്താലും ഇല്ലെങ്കിലും ഞാൻ ശ്രുതിനായിട്ട് മാത്രമേ ഈ ജന്മം ജീവിക്കുള്ളൂ എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛമ്മേ എന്താ അഞ്ജലി മോളെ കേൾക്കണതൊക്കെ? ദേ ആ ശ്രുതിനി വിവാഹം കഴിക്കുന്നൊക്കെയാണല്ലോ പറയണത്. അതിനെന്താ അച്ഛമ്മേ? പാവം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. അവൻ ഇപ്പോഴെങ്കിലും നല്ലൊരു ചിന്തകളൊക്കെ വന്നല്ലോ. ശ്രുതി നല്ല പെൺകുട്ടിയാണ്, നല്ല പെൺകുട്ടി. വരുന്ന വഴിക്ക് ഞാൻ അവളെ കണ്ടായിരുന്നു. അഹങ്കാരിയോ? അതിനെ മാത്രം ശ്രുതി എന്താ അച്ഛമ്മയുടെ ചെയ്തത്? അവളെ ആ വെള്ളം നനയ്ക്കുന്ന സമയത്ത് എൻ്റെ മേത്തേക്കും വെള്ളം ഒഴിച്ചെന്ന് പറയുമ്പോൾ അശ്വിൻ ചിരിക്കാട്ടോ. നീ എന്തിനാണ് ചിരിക്കുന്നത്? അത് അവൾ അറിയാതെ ചെയ്തതായിരിക്കും. അറിയാതെ മനഃപൂർവ്വം തന്നെ ചെയ്തതായിരിക്കും. അതിന് അച്ഛന്മാരെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അച്ഛമ്മയുടെ ഫോട്ടോ പോലും അവൾ കണ്ടിട്ടില്ല. ഇവിടെ വേറൊരു മരുമകൾ കൂടി ഉണ്ടല്ലോ, അവളെവിടെ എന്ന് ചോദിക്കുകയാണ്. പ്രീതിയാണോ? അതല്ല, അവളുടെ മരുമകള്, അവളുടെ അമ്മായിയമ്മ മനോരമ, ആ ബ്യൂട്ടീഷ്യൻ. അവളിവിടെ ഉണ്ട്. അമ്മ വന്നോ? ഞാൻ വന്നു. അല്ല നിന്റെ മരുമകൾ എവിടെ? ഇവിടെ ഉണ്ട്, എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രീതി എന്നാണ് നിങ്ങൾ വിളിക്കുകയാണ്. എന്താ അമ്മേ? ദേ ഇതാരാന്നറിയാവോ? ഇതാണ് അച്ഛമ്മ. നമസ്കാരം അച്ഛമ്മ എന്നുകൊണ്ട് കാല് തൊട്ട് വഴങ്ങണം. നിനക്ക് കുറച്ച് ഗുരുത്വമൊക്കെ ഉണ്ട്. നിന്റെ അനിയത്തിയാണ് ആ ശ്രുതികുമാരി ലക്ഷ്മി അല്ലേ? അതേ അച്ഛമ്മേ. അവൾ കുറച്ച് അഹങ്കാരിയാണ്, കുറച്ച് തൻ്റെടിയാണ്. അയ്യോ അച്ഛമ്മേ, അങ്ങനെയൊന്നുമില്ല. അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പാവമാണ്, ശുദ്ധ പാവം അവള്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കുഞ്ഞാ, നിങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല, അതെന്നെ കാരണം. അച്ഛമ്മേ ഞാനൊരു കാര്യം പറയാം. അച്ഛമ്മക്ക് ഇഷ്ടമായാലും അച്ഛമ്മക്ക് ഇഷ്ടമായില്ലെങ്കിലും ആർക്കിഷ്ടമായില്ലെങ്കിലും ഈ വിവാഹം നടക്കും എന്ന് അശ്വിൻ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അച്ഛമ്മ വെറുതെ ഒരു ഹുങ്കിട്ടതാണ്ടാ തോന്നണം കേട്ടോ. എന്തായാലും അശ്വിൻ്റെ ശ്രുതിയുടെ വിവാഹം ആഡംബരമായിട്ട് ആഘോഷമായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. ഇവരുടെ വിവാഹത്തോട് ലാസ്റ്റ് എപ്പിസോഡ് തീരാനാണ് ചാൻസ്. അതിനാണ് അച്ഛമ്മ വന്നിരിക്കുന്നത്. എന്തായാലും എന്തോ വല്ലാത്ത വിഷമം പോലെ ഇന്ന് പ്രൊമോ ഇടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. വീക്കെൻഡ് പ്രൊമോ TV വന്നപ്പോൾ ഇത് കാണിച്ചില്ലായിരുന്നു. പെട്ടെന്ന് യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ക്ലൈമാക്സിലേക്കെന്ന് പറഞ്ഞ് കണ്ടപ്പോൾ ഷോക്കായത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ ആദ്യം ഈ ചാനലിൽ മഴവിൽ മനോരമയിൽ എന്നും സമ്മതം എന്ന് പറഞ്ഞ സീരിയൽ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ മഴവിൽ മനോരമയിൽ രണ്ട് സീരിയൽ ഞാൻ ഇട്ടിരുന്നു, 2-3 സീരിയൽ ഇട്ടിരുന്നു. ശേഷമാണ് ഞാൻ ഗീതാ ഗോവിന്ദ് ഇട്ടത്. അതിനുശേഷം എന്നും സമ്മതം ഇട്ടു. നമ്മുടെ ഏത് ജന്മകൽപ്പനയിലിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏത് സീരിയലാണ് ഇഷ്ടം എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഈ സീരിയലിൻ്റെ പേര് പറയണ്ട, കാരണം ക്ലൈമാക്സ് ആയി, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേറെ ഏതെങ്കിലും സീരിയൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്ന കമൻറ്റ് ഏതാണോ ആ സീരിയലിൽ ഞാൻ റിവ്യൂ എടുത്തുള്ളൂ. കാരണം റിവ്യൂ ഇട്ടേ പറ്റൂ. കാരണം എൻ്റെ അതൊരു ജോലി അതാണ്, റിവ്യൂ ഇടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ സീരിയൽ തീരുന്നതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാണ്, ഞാനും ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. കാരണം ഇനിയും ഈ സീരിയൽ ഹിന്ദി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എപ്പിസോഡുണ്ട്. എനിക്ക് തോന്നുന്നു 100-400 എപ്പിസോഡോളം ഇനിയും കിടപ്പുണ്ട്. അറിയില്ല എന്താ പെട്ടെന്ന് നിർത്തുന്നത്. റേറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എന്താ നിർത്തിയെന്നുള്ള കാരണം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അഥവാ മനസ്സിലാവുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. എന്തായാലും നമുക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിനെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരെയാണ് ഉള്ളതൊന്നും അറിയത്തില്ല. ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.